കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിയമാവർത്തനം 28:2. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. ഈ പെനുവേൽ യാത്രയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മത്സരാർത്ഥികളും ഞങ്ങളും പ്രേക്ഷകരൊക്കെ ദൈവാനുഗ്രഹത്താൽ നിറയുകയാണ്, അല്ലേ ഹിമ? അതെ റോസ്ലിൻ, വചനത്തിന്റെ ഈ ആഘോഷവേദിയിൽ ഇന്ന് മാറ്റിവെക്കപ്പെടാൻ പോകുന്ന 3 ടീമുകളെ നമുക്ക് പരിചയപ്പെടാം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ന്റെ 2ാം ഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. വളരെ ഭംഗിയായി പഠിച്ച് 3 ടീം അംഗങ്ങൾ ഇവിടെ റെഡിയായിട്ടുണ്ട്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി നമുക്ക് വരുന്ന ടീം ആരാണെന്ന് നോക്കാം. വളരെ കളർഫുൾ ആയിട്ട് സാരിയൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് അമ്മമാരിവിടെ റെഡി ആയിട്ട് കാണാം. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ഇരുമ്പകച്ചോല. കഴിഞ്ഞ പ്രാവശ്യത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്? കഴിഞ്ഞ പ്രാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വിജയിച്ചു പോകാൻ പറ്റിയില്ലേ? അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ? ഈ പ്രാവശ്യം എങ്ങനെ കൂടുതലായിട്ട് ടഫായിരുന്നോ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ? സത്യത്തിൽ CCC ടഫായിരുന്നു. ബൈബിള് നമ്മളെപ്പോഴും കേൾക്കുന്നോണ്ട് പഠിക്കാൻ ഒന്നും കൂടി എളുപ്പമായിരുന്നു. പക്ഷെ അതൊന്നും ഈ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് ലോകത്തുള്ള ജനങ്ങൾക്ക് അതൊരു അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. നിങ്ങൾ പഠിക്കുന്നത് വേറൊരാൾ കാണുമ്പോൾ അവരും കൂടെ പഠിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വലിയൊരു സുവിശേഷ പ്രവർത്തനമാണ് ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ എന്തെങ്കിലും ഒരു ദൈവാനുഭവം ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും? സത്യം പറഞ്ഞാൽ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന് വേണ്ടി വചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു രോഗാവസ്ഥയിലായിരുന്നു. എനിക്ക് അതിൽ നിന്നെല്ലാം ഒത്തിരി സൗഖ്യം കിട്ടി. ഒത്തിരി തീഷ്ണതയോടെ ഇതിലേക്ക് കിടപ്പ് രോഗിയായി പോയായിരുന്നു. അപ്പോൾ ഇതിലേക്ക് തീഷ്ണതയോടെ കടന്നു വരാൻ സാധിച്ചു. നമുക്ക് നന്ദി പറയാം. എന്ത് പറ്റിയായിരുന്നു? ഞാൻ എന്തോ മരുന്ന് റിയാക്ഷനായിട്ട് അത് രക്തത്തിലൊക്കെ കലർന്ന് ഒത്തിരി സീരിയസ് ആയി പോയി. അങ്ങനെ കിടക്കുമ്പോൾ അതിന് മുമ്പേ തന്നെ ഞാനും ശാലോം കുടുംബത്തിലൊരു അംഗം തന്നെയാണ്. ഞാൻ ശാലോം ടൈംസിന്റെ ഏജന്റ് ആയിരുന്നു. ഒത്തിരി വർഷങ്ങളായിട്ട് ഏജന്റ് ആയിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുകയും ശാലോം വിതരണം ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഏജൻസി മീറ്റിങ്ങിന് വരുമ്പോൾ ഇങ്ങനെ വരിസം കിടക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ വരിസം കിടക്കുന്നിടത്ത് തിരക്കായതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ ഹാളിൽ വന്നിരുന്ന. അപ്പോൾ ആ ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു വലിയൊരു സഹനത്തിലൂടെ സഹോദരിയെ കടത്തിക്കൊണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതെന്താണെന്ന് അറിഞ്ഞില്ല. 5-8 മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് ഉണ്ടായൊരു സംഭവമാണ്. അങ്ങനെ ഒത്തിരി 1 മാസത്തോളം ആശുപത്രിയിലൊക്കെ കഴിയേണ്ടി വന്നു. അപ്പോഴൊക്കെ ഇവരെല്ലാവരും വിളിക്കുന്നുണ്ട്. ഇതിന് പോകാൻ ഞാൻ ഇവരെ തന്നെ ഫോൺ വിളിച്ച് നിർബന്ധിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ ചേച്ചിയും കൂടെ കൂടണമെന്ന് പറഞ്ഞ് എൻ്റെ പേരൊക്കെ കൊടുത്തു. എനിക്ക് ഇവിടെ വന്ന് സ്റ്റേജിൽ നിൽക്കാനൊന്നും പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് പേര് വെട്ടിച്ചു. ലാസ്റ്റ് പോരേണ്ട സമയമായപ്പോൾ വീണ്ടും ഇവരെല്ലാവരും കൂടെ നിർബന്ധിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു. അപ്പോഴത്തേനും ഞാനും വചനം വായിക്കാൻ തുടങ്ങി പോരണമല്ലോ എന്ന് വിചാരിച്ച്. എന്തായാലും നല്ല ഉത്സാഹത്തോടെ ഈ ക്വിസിൽ കഴിഞ്ഞ പ്രാവശ്യം സംബന്ധിച്ചു, പങ്കെടുത്തു, വിജയിച്ചു. പ്രാവശ്യം 2ാമത്തെ ഇതിന് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഏതായാലും ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങളുടെ ടേബിൾ ഏതാണെന്ന് നോക്കാം. നിങ്ങളൊന്ന് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ആരെങ്കിലും ഒരാൾ ഒരു ലോട്ട് എടുത്തിട്ട് നിങ്ങളുടെ ടേബിൾ ഏതാണെന്ന് ഫിക്സ് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ 3 ആണ്. 3ാമത്തെ ടേബിളാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ടേബിളിലേക്ക് പോകാം. അങ്ങനെ 1ാമത്തെ ടീമിനെ നമ്മൾ പരിചയപ്പെട്ടു. 2ാമത്തെ ടീം ഇവിടെ റെഡിയാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഒറ്റപ്പാലം ഫൊറോന ചർച്ച്. ഒറ്റപ്പാലം. എങ്ങനെ ഒറ്റപ്പാലം ഇടവകയിൽ എത്ര കുടുംബാംഗങ്ങളുണ്ട്?
160 160 അമ്മമാരുണ്ട് അല്ലെ? 160 അല്ല, കൂടുതൽ കാണുമായിരിക്കും അല്ലെ? ഇത്രയും കുടുംബങ്ങളിൽ നിന്ന് നിങ്ങൾ 7 പേര് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അല്ലെ? ലോകത്തിന് മുമ്പ് സുവിശേഷം നൽകാൻ ദൈവം തിരഞ്ഞെടുത്ത 7 അമ്മമാരാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഭംഗിയായി പഠിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശരിയാണോ? ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ പ്രാവശ്യം നിങ്ങൾ സമ്മാനം കൊണ്ടുപോകും. അടുത്ത സെക്ഷനിലും നിങ്ങൾ ഉണ്ടാവും എന്ന് പ്രത്യാശിക്കുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ നിങ്ങൾ പങ്കെടുത്തപ്പോൾ നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യും. എനിക്കിവിടെ വന്നിട്ടുള്ള അനുഭവമല്ല പറയാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം താമരശ്ശേരി രൂപതക്കാർ ഈ ഫെനുവേൽ മാതൃവേദി കിസിനെ കുറിച്ച് ഞാൻ എല്ലാ ആഴ്ചയും തുടർച്ചയായി കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, നമ്മുടെ പാലക്കാട് രൂപതയ്ക്ക് ഇങ്ങനെ ഒരു ബൈബിൾ കിസിൻ്റെ ഒരു പരിപാടി വന്നിരുന്നെങ്കിൽ നമ്മുടെ കുറേ അമ്മമാർ ഈ ബൈബിൾ വായിച്ച് കുറേ ദൈവവചനം പഠിക്കുമല്ലോ എന്ന് എൻ്റെ മനസ്സിൽ അന്ന് തോന്നിയ ഒരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് ഇത് ഇങ്ങനെ പാലക്കാട് രൂപത ഇങ്ങനെ ഒരു മാതൃവേദിയുടെ ഒരു കിസ്സ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഞങ്ങളുടെ ഇടവക്കാരോടൊക്കെ പറഞ്ഞു, നമ്മുടെ ഇടവകയിൽ നിന്ന് എന്തായാലും 7 അമ്മമാർ പോകണം, അതെൻ്റെ ഒരു ആഗ്രഹമാണ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്മമാരെല്ലാവരും കൂടെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഞങ്ങൾ ഒരു 7 അമ്മമാരെ കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പോഴും ഞാനിതിൽ വരുന്നുള്ള യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. ദൈവം അതിനും എനിക്ക് അനുഗ്രഹം തന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഭവം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മൾക്ക് ലോട്ട് എടുക്കാം. നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് വരാം. ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഒരു ലോട്ട് എടുക്കുക. നിങ്ങൾക്ക് 1ാമത്തെ ടേബിളാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഡെസ്കിലേക്ക്. 2 ടീം അംഗങ്ങളെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി 3ാമത് ആരാണ് ഇവരോടൊപ്പം മത്സരിക്കാൻ എത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 3ാമത്തെ ടീമും റെഡിയാണ്. ഇതാ വന്നു കഴിഞ്ഞു. പെനുവേൽ മദേഴ്സ് ബൈബിൾ കിസ് സീസൺ 2 നിങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു നിങ്ങളുടെ? 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതിൽ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. സന്തോഷമുണ്ട്. പഠിച്ചോ? പഠിച്ചിട്ടുണ്ട്. നല്ലോണം പഠിച്ചു? നല്ലോണം പഠിച്ചിട്ടുണ്ട്. ഓരോരുത്തരും വ്യക്തിപരമായിട്ടാണ് പഠിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ ഈ പെനുവേൽ മദേഴ്സ് ബൈബിൾ കിസ് സീസൺ 2 നിങ്ങൾ പങ്കെടുത്തപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ദൈവാനുഗ്രഹം ലഭിച്ചത്? എന്താണ് നിങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു പ്രത്യേക ഒരു അനുഭവം? അത് ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അനുഭവം പറയാന്ന് വെച്ചാൽ, ഞാൻ കുറേ വർഷങ്ങളായി കേറ്ററ്റിനെയും PSC ക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അന്നേരം തലേദിവസം വരെ ഞങ്ങൾ അതന്നെ പഠിക്കാറ്, കേറ്ററ്റിനെ പഠിക്കാറ്. പക്ഷെ ഇപ്രാവശ്യം ഈ പെനുവേൽ വന്ന കാരണം കേറ്ററ്റ് പഠിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല എല്ലാ നേരം. അപ്പം ഞാൻ വിചാരിച്ചു ദൈവത്തിനായി സമയം കൊടുത്താൽ അവിടെ തന്നെ വിജയിപ്പിക്കുന്നു. അങ്ങനെ ഇപ്രാവശ്യം നടത്തിയ കേറ്ററ്റിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. നല്ല മാർക്ക് സ്കോർ ചെയ്തു. ദൈവം കൂടെ ഉണ്ട്. അപ്പം ബൈബിള് പഠിക്കുമ്പോൾ നമുക്ക് ദൈവം നമ്മളെ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നു അല്ലേ? ദൈവം കൂടുതലായിട്ട് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നിങ്ങളുടെ 2 ടീം ഓൾറെഡി വന്നു കഴിഞ്ഞു. എന്തായാലും നമ്മൾ ലോട്ട് എടുത്തിട്ട് നിങ്ങളുടെ ടേബിൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒരാൾ വന്നിട്ട് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 2ാമത്തെയാണ്. 2ാമത്തെ ടേബിളിലേക്ക് നിങ്ങൾക്ക് പോകാം. എന്തായാലും നമ്മുടെ 3 ടീമുകളും റെഡി ആയിട്ടുണ്ട്. മത്സരവേദി ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇന്ന് നമ്മോടൊപ്പമുള്ള 3 ടീമുകളെ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. ടീം ഒറ്റപ്പാലം, ടീം കത്തീഡ്രൽ, ടീം ഇരുമ്പകച്ചോല. നമ്മുടെ അമ്മമാരെല്ലാം പഠിച്ചൊരുങ്ങി ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് ക്വിസ് മാസ്റ്ററിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം അവർ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഫാദർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മുഖം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മുഖം കാണുന്ന, മുഖം തേടുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പെനുവേൽ മദേഴ്സ് ബൈബിൾ കിസ് സീസൺ 2 2ാം റൗണ്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. ടീം ഒറ്റപ്പാലം, കത്തീഡ്രൽ, ഇരുമ്പകച്ചോല, കഴിഞ്ഞ മത്സരത്തിൽ വിജയികളായാണ് നിങ്ങളോട് വന്ന് നിൽക്കുന്നത്. ഇത് നിങ്ങൾക്ക് നിർണായകമാണ്. അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ ഈ മത്സരത്തിലെ വിജയം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ മത്സരത്തിൽ നിന്ന് 2 ടീമുകളാണ് അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത്. അതാരാണ് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഞങ്ങൾ. നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് ഏവർക്കും വിജയാശംസകൾ നേരുന്നു. ഈ മത്സരത്തിൻ്റെ പൊതുനിർദ്ദേശങ്ങൾ ആദ്യം നിങ്ങളെ അറിയിക്കുകയാണ്. പതിവ് പോലെ 5 റൗണ്ടുകളാണ് നമുക്കുള്ളത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ മത്സരത്തിലെ ചോദ്യങ്ങൾ പ്രധാനമായും ദൈവവചനത്തിൽ നിന്ന്, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന്, അതോടൊപ്പം
പരിശുദ്ധ സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, അതിൽ നിന്ന് പിന്നെ ഷാലോമിന്റെ ന്യൂസ് പേപ്പറിൽ നിന്നുമൊക്കെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ നേരിടേണ്ടി വരാൻ പോകുന്നത്. ഒന്നാമത്തെ റൗണ്ടിന്റെ പേര് സ്റ്റോർ ഹൗസ് റൗണ്ട് എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്ന കളപ്പുരകളിൽ ശേഖരിക്കുക എന്ന് പറയുന്നതാണ് ഈ പേരിന്റെ പിറകിലുള്ള പ്രചോദനം. പേര് സൂചിപ്പിക്കുന്നത് പോലെ നിങ്ങൾക്ക് പരമാവധി പോയിന്റുകൾ നിങ്ങളുടെ ശേഖരത്തിലേക്ക് കൂട്ടാനുള്ള സമയമാണ്. സാധാരണ നമ്മൾ കാണാറുള്ളത് ചോദ്യം ചോദിക്കുന്ന ടീമിന് ആ പോയിന്റ് കിട്ടുകയും പാസ് ചെയ്താൽ അതിനേക്കാൾ കുറഞ്ഞ ഒരു പോയിന്റ് കിട്ടുകയുമാണ് ചെയ്യാറുള്ളത്. പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യം, മറ്റൊരു ടീമിനോട് ചോദിക്കുന്ന ചോദ്യം അത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ കൊതിയോടെ ആഗ്രഹിക്കാറുണ്ട്. ചിലപ്പോൾ നിർഭാഗ്യവശാൽ ദൈവമേ ഈ ചോദ്യം എനിക്ക് വരാതിരുന്നെങ്കിൽ എന്നും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത, ഒരു ചോദ്യം ഒരു ടീമിനോട് ചോദിക്കുമ്പോൾ അവർ ഉത്തരം പറയുന്നതിന് മുൻപ് മറ്റ് രണ്ട് ടീമുകൾക്കും അതിൻ്റെ ഉത്തരം എഴുതാനുള്ള അവസരമുണ്ട്. ശരി ഉത്തരമാണ് നിങ്ങൾ എഴുതിയതെങ്കിൽ ചോദ്യം നേരിട്ട് ലഭിക്കുന്ന ടീമിന് മാത്രമല്ല, അത് എഴുതിയ ടീമിനും പോയിന്റ് കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ചോദ്യം ആർക്കാണോ നേരിട്ട് ലഭിക്കുന്നത് അവർക്ക് 30 പോയിന്റ് ആണെങ്കിൽ ഉത്തരം ശരിയായി എഴുതിയ ടീമിന് 20 പോയിന്റ് അതേ ചോദ്യത്തിന് തന്നെ ലഭിക്കും എന്നുള്ളതാണ് ഈ റൗണ്ടിന്റെ ഒരു ആകർഷണം. നിങ്ങൾക്ക് അത് സന്തോഷമായെന്ന് എനിക്ക് തോന്നുന്നു. ടീം ഒറ്റപ്പാലം, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ നന്നായി മത്സരിച്ചായിരുന്നു അല്ലേ? നിങ്ങൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് ക്രിയാത്മകമായി പഠിച്ചത്? ബൈബിൾ വളരെ വിശദമായി തന്നെ നല്ല ശ്രദ്ധയോടെ പഠിക്കണം. ഓരോ വാക്കിനും പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. തിരുവചനത്തിന്റെ ഓരോ പദത്തിനും പ്രാധാന്യമുണ്ട് എന്നൊരു ശ്രദ്ധ നിങ്ങൾക്കുണ്ടായി. വേറെ എന്തെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചോ? ഈ മത്സരം നിങ്ങളെ കുറച്ചുകൂടെ പഠിപ്പിക്കട്ടെ. ആദ്യത്തെ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. റെഡിയാണോ? റെഡിയാണ്. ചോദ്യം ഇതാണ്: വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ പ്രേക്ഷിത യാത്രകളിൽ ധാരാളം ആളുകളെ കൂടെ കൊണ്ടു നടക്കാറുണ്ട്. അതിൽ പൗലോസ്ലീഹായ്ക്ക് വളരെ പ്രിയപ്പെട്ട അടുപ്പമുള്ള പ്രേക്ഷിത വര്യന്മാരായ അനേകം ആളുകളുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായത്തിൽ അവരിൽ ചിലരുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട്. അതിലൊരാൾക്ക് വിശുദ്ധ പൗലോസ് ഒരു ലേഖനം എഴുതിയത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗമാണ്. ആർക്കാണ് അത് എഴുതിയത്? ഉത്തരമറിയാം. കത്തീഡ്രൽ എഴുതി, ഇരുമ്പകച്ചോല എഴുതി. ടീം ഒറ്റപ്പാലം, ഉത്തരം പറയാം. തിമോത്തിയോസ് ആണ് അതിന്റെ ഉത്തരം. ശരിയാണോ? ഉത്തരം ശരിയാണ്. ടീം ഒറ്റപ്പാലം, അത് തിമോത്തിയോസ് ആണ്. തിമോത്തിയോസിനാണ് വിശുദ്ധ പൗലോസ്ലീഹ പിന്നീട് കത്തുകൾ എഴുതുന്നത്. അദ്ദേഹം ഒരു മെത്രാൻ കൂടിയാണ്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. കത്തീഡ്രൽ, എന്താണ് നിങ്ങളുടെ ഉത്തരം? തിമോത്തിയോസ് തന്നെയാണ്. ഹിമ, ശരിയല്ലേ? നിങ്ങൾക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. ടീം ഇരുമ്പകച്ചോല, എന്താണ് ഉത്തരം? തിമോത്തിയോസ്. നിങ്ങളുടെ എല്ലാവരും ഉത്തരം ശരിയാണല്ലോ. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം കത്തീഡ്രൽ, നിങ്ങൾ തയ്യാറാണ് അല്ലേ? നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പോയിന്റിന്റെ ഒരു വലിയ പങ്ക് ഇവർ കൂടെ ഷെയർ ചെയ്തു പോകുന്നതിൽ സങ്കടമുണ്ടോ? ഇല്ല. എങ്ങാനും നിങ്ങൾക്ക് കിട്ടാതിരിക്കുകയും ഇവർക്കത് കിട്ടുകയും ചെയ്താലോ? അപ്പോഴും ഇല്ല. ഒരു സങ്കടവും ഇല്ല. നല്ല അമ്മമാർ അങ്ങനെയാണ്. മറ്റുള്ളവർ കൊടുക്കുന്നതിലാണ് അവർക്ക് സന്തോഷം. നിങ്ങൾക്കും കിട്ടട്ടെ. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: ഈശോ മരണമടഞ്ഞ ബാലികയെ തലീത്ത കുമി, ബാലിക എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞാണ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. ആശങ്കപ്പെടേണ്ട, ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗമല്ല. എന്നാൽ വിശുദ്ധ പൗലോസ്ലീഹായുടെ പ്രസംഗം കേട്ടിരുന്ന ഒരു യുവാവ് ഉറങ്ങി തലകുത്തി വീഴുകയും കഴുത്തൊടിഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തു. ആ യുവാവിനെ എന്തു പറഞ്ഞാണ് പൗലോസ്ലീഹ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത്? ടീം കത്തീഡ്രൽ, ധൈര്യപൂർവ്വം ആ ഉത്തരം അങ്ങ് പറയൂ. ഭയപ്പെടേണ്ട, ഇവന് ജീവനുണ്ട്. ഭയപ്പെടേണ്ട, ഇവന് ജീവനുണ്ട്. ആർക്ക് ജീവനുണ്ട്? നിനക്ക് ജീവനുണ്ടെന്നാണോ അവന് ജീവനുണ്ടെന്നാണോ? ഇവന് ജീവനുണ്ട്. ഇവന് ജീവനുണ്ട്.
ഇവന് എന്നല്ല, അവന് എന്നാണ്. അവന് എന്നാലും കുഴപ്പമില്ല. ഭയപ്പെടേണ്ട, അവന് ജീവനുണ്ട് എന്ന് പറഞ്ഞാണ് വിശുദ്ധ പൗലോസ് അവനെ ചേർത്ത് പിടിച്ച് ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നു. നിങ്ങളുടെ ഉത്തരം ശരിയാണ് ടീം കത്തീഡ്രൽ. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം ഇരുമ്പകച്ചോല, എന്തായിരുന്നു നിങ്ങളുടെ ഉത്തരം? ഭയപ്പെടേണ്ട, അവന് ജീവനുണ്ട്. അങ്ങനെ തന്നെയാണോ റോസിൽ? ആണല്ലേ. നിങ്ങൾക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. ടീം ഒറ്റപ്പാലം, ഭയപ്പെടേണ്ട, അവന് ജീവനുണ്ട്. അങ്ങനെ തന്നെയാണ് അല്ലേ. അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. കത്തീഡ്രൽ നിങ്ങൾക്ക് മാത്രമല്ല, അവർക്കും കിട്ടി. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ സന്തോഷം ഇതാ പൂർണ്ണമായിരിക്കുന്നു. ഇരുമ്പകച്ചോല, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. തയ്യാറാണോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തെ സൈന്യങ്ങളുടെ കർത്താവ്, രാജാക്കന്മാരുടെ ദൈവം എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വെളിപാട് പുസ്തകം ഉപസംഹരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാനായി ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ആരുടെ ദൈവമായ കർത്താവ് എന്നാണ് ഈ പരാമർശം? ആരുടെ ദൈവമായ കർത്താവ് എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇരുമ്പകച്ചോല, ഇവർ രണ്ടുപേരും എഴുതിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് മാത്രം പോയിന്റ് കിട്ടണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? ആണോ? സത്യമായിട്ടും അല്ല, ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ശരി. ഉത്തരം പറയൂ. പ്രവാചക ആത്മാക്കളുടെ ദൈവമായ കർത്താവ്. ഉത്തരം ശരിയാണ്. പ്രവാചകാത്മാക്കളുടെ ദൈവമായ കർത്താവ് എന്നാണ് ആ വിശേഷണം. ടീം ഇരുമ്പകച്ചോല, അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. ഒറ്റപ്പാലത്തിന്റെ ഉത്തരം എന്താണ്? പ്രവാചകാത്മാക്കളുടെ ദൈവമായ കർത്താവ്. നിങ്ങളത് മുഴുവൻ അരച്ചുകറി കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ. 20 പോയിന്റുകൾ. കത്തീഡ്രൽ, ഉത്തരം തെറ്റിയോ? പ്രവാചകാത്മാക്കളുടെ. അങ്ങനെ തന്നെയാണ് ഉത്തരം. വീണ്ടും നിങ്ങൾക്ക് പോയിന്റ് കിട്ടുകയാണ്. 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ 3 ചോദ്യങ്ങളോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്താണ് സ്കോർ നില എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ നമ്മുടെ അമ്മമാരാരും ഒരു പോയിന്റ് പോലും വിട്ടുകൊടുത്തിട്ടില്ല. എല്ലാ ടീമുകളും നേടിയിരിക്കുന്നു 70 പോയിന്റ്സ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരുപക്ഷെ മത്സരത്തിന് ശേഷം, കഴിഞ്ഞ മത്സരങ്ങൾക്ക് ശേഷം പലരും എന്നോട് പറഞ്ഞ കാര്യം ഏറ്റവും കൂടുതൽ നെഞ്ചിടിപ്പുണ്ടാക്കിയത് ബസർ റൗണ്ടാണ് എന്നുള്ളതാണ്. ഉത്തരം അറിയാം എന്നതുകൊണ്ട് മാത്രമായില്ല, തക്ക സമയത്ത് മറ്റൊരാൾ ഉത്തരം പറയുന്നതിന് മുൻപേ ആ ഉത്തരം പറയാനും അത് തെറ്റല്ല എന്ന് ഉറപ്പായിരിക്കാനുമുള്ള ധൈര്യം, അത് ആവശ്യമാണ് ഈ റൗണ്ടിലും. ഉത്തരം തെറ്റാണെങ്കിൽ അത് വലതുവശത്ത് നിൽക്കുന്ന ടീമിലേക്ക് പാസ് ചെയ്യപ്പെടും. പാസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 20 പോയിന്റ് ആയിരിക്കും. നേരിട്ടാണെങ്കിൽ അത് 30 പോയിന്റാണ്. ബസറമർത്തുകയും ഉത്തരം പറയാതിരിക്കുകയോ തെറ്റിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ലഭിച്ച പോയിന്റുകളിൽ നിന്ന് 10 പോയിന്റ് ക്വിസ് മാസ്റ്റർ തിരിച്ചെടുക്കും. സങ്കടകരമാണ് അല്ലേ? ഒന്നാമത്തെ ചോദ്യം, 30 പോയിന്റുമായി ഏത് ടീമാണ് ആദ്യ ചുവട് മുന്നിലേക്ക് വെക്കാൻ പോകുന്നത് എന്ന് കണ്ടെത്താൻ പോകുന്ന സമയം. തയ്യാറല്ലേ? ചോദ്യം ഇതാണ്. വെളിപാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ ഈശോയെയും ഈശോയുടെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരെയും പരാമർശിക്കുന്ന ഒരു പ്രതീകം അവതരിപ്പിക്കുന്നു. എന്താണ് ഈ ആലങ്കാരിക പ്രതീകം? ടീം ഇരുമ്പകച്ചോല. ടീം ഇരുമ്പകച്ചോലയാണ് ബസർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരം അറിയാം അല്ലേ? അറിയാം. വേറെ എന്തെങ്കിലും പറഞ്ഞ ആ ഉത്തരം ചാടിപ്പോകുമോ എന്നുള്ള പേടിയുണ്ടോ? ഉണ്ടോ? എങ്കിലും ഉത്തരം പറയൂ. സഹദാസർ. ഉത്തരം തെറ്റാണ്. ഇരുമ്പകച്ചോല. സാരമില്ല, 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. ചോദ്യം പാസ് ചെയ്യപ്പെടുകയാണ്. ടീം ഒറ്റപ്പാലം. അറിയില്ല. പാസ് ചെയ്യുകയാണ് ടീം കത്തീഡ്രൽ. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന്റെ പരാമർശം ഈ അധ്യായത്തിലുണ്ടോ? ഇല്ല. ഉത്തരം തെറ്റാണ് ടീം കത്തീഡ്രൽ. എന്താണ് അതിന്റെ ഉത്തരമെന്ന് ഹെൽപ് ഡെസ്കിലെ ആർക്കെങ്കിലും പറയാമെങ്കിൽ പറഞ്ഞു. 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം.
12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം. ജീവന്റെ വൃക്ഷം ഈശോയാണ്. അതിലെ 12 തരം ഫലങ്ങൾ അപ്പസ്തോലന്മാരാണ്. എത്ര വ്യക്തമായ ഉത്തരമാണത്. നിങ്ങൾ കാണാതെ പഠിക്കുക മാത്രമാണ് ചെയ്തത്. അതിനപ്പുറത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചായിരുന്നു അല്ലേ? സംശയം വന്നാലും ആശങ്കപ്പെടരുത്, ധൈര്യമായിട്ടത് പറയണം. 10 പോയിന്റുകൾ നഷ്ടമാവുകയാണല്ലോ. തന്നോളൂ. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടേണ്ട, കിട്ടാനിരിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് പ്രത്യാശാഭരിതരാവുക എന്നുള്ളതാണ് കാര്യം. അടുത്ത ചോദ്യം രസകരമായ, വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഈശോ പറയുകയാണ്, ഞാൻ ആൽഫയും ഒമേഗയുമാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ടീം ഒറ്റപ്പാലമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ഉത്തരം അറിയാവോ? ഒന്നാമനും ഒടുവിലത്തവനും ആദിയും അന്തവും. ആരെ കുറിച്ചാ പറയുന്നത്? വ്യക്തമാക്കിക്കോളൂ. ഈശോയെ കുറിച്ച്. ഈശോ ആൽഫയും ഒമേഗയുമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആദിയും ഒന്നാമനും ഒടുവിലത്തവനും ആദിയും അന്തവും. എന്തുകൊണ്ടാണ് അങ്ങനെ? വിശുദ്ധ ഗ്രന്ഥത്തിൽ. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. എന്താണ് ആൽഫ, എന്താണ് ഒമേഗ? ആദ്യം ഉണ്ടായത്. അതല്പം ഗ്രീക്ക് ഭാഷയുമായി ബന്ധപ്പെട്ടതാണ്. ഗ്രീക്ക് അക്ഷരമാലയുടെ ആദ്യത്തെ അക്ഷരമാണ് ആൽഫ, അവസാനത്തെ അക്ഷരമാണ് ഒമേഗ. ഞാൻ എയും ഇസഡുമാണ് എന്ന് പറയുന്നത് പോലെയാണത്. ആദ്യത്തേതും അവസാനത്തേതും എന്നാണ് അതിന്റെ അർത്ഥം. ടീം ഒറ്റപ്പാലം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: 7 പേരിൽ ഒരുവനും സുവിശേഷ പ്രസംഗകനുമായ പീലിപ്പോസിന്റെ വീട്ടിൽ ചെന്ന് അവന്റെ കൂടെ പൗലോസ് താമസിച്ചു. ഈ 7 പേരെന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ടീം ഒറ്റപ്പാലമാണ് അല്ലേ റോസലിൻ? ടീം ഒറ്റപ്പാലം. ടീം ഒറ്റപ്പാലമാണ് ആദ്യം ബസർ ചെയ്തിരിക്കുന്നത്. ഉത്തരം അറിയാം, ഉറപ്പുണ്ട്. കിട്ടിയ പോയിന്റുകളിൽ നിന്ന് 10 നഷ്ടമാകുമോ? ഇല്ലായിരിക്കും. നോക്കട്ടെ. 7 ഡീക്കന്മാരിൽ. ഉത്തരം ശരിയാണ്. 7 ഡീക്കന്മാരെ കുറിച്ചാണ് പരാമർശം. ടീം ഒറ്റപ്പാലം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. നമുക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. പുനരുത്ഥാനം ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന സമൂഹമാണ് ടീം കത്തീഡ്രൽ. ടീം കത്തീഡ്രലാണ് എന്നെ ചോദ്യം പൂർണ്ണമാക്കാൻ പോലും അനുവദിക്കാതെ ബസർ ചെയ്തിരിക്കുന്നത്. കത്തീഡ്രൽ എടുത്തുചാട്ടം ചിലപ്പോഴൊക്കെ അപകടമാകും, ചിലപ്പോഴൊക്കെ അത് നമുക്കൊരു നേട്ടവുമാകും. ഉത്തരം അറിയാം എങ്കിൽ പറഞ്ഞോളൂ. സദുക്കായർ. സദുക്കായർ എന്നാണ് നിങ്ങളുടെ ഉത്തരം. ഞാൻ ചോദ്യം പൂർത്തീകരിക്കാം. പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിച്ചിരുന്ന യഹൂദ വംശത്തിലെ ഒരു വിഭാഗമാണ് സദുക്കായർ. അവർ കർത്താവിനോട് പുനരുത്ഥാനത്തെക്കുറിച്ച് വാദമുയർത്തിയപ്പോൾ ഈശോ അവരോട് ദൈവം മുൾപ്പടർപ്പിൽ നിന്ന് മോശയോട് പറഞ്ഞ ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ട് പുനരുത്ഥാനം എന്ന യാഥാർത്ഥ്യം ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ്. എന്താണ് ഈശോ മോശയുടെ പുസ്തകത്തിൽ നിന്ന് നൽകിയ മറുപടി എന്നതായിരുന്നു ചോദ്യം. നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. ടീം ഇരുമ്പകച്ചോല, നിങ്ങൾക്കാണത് പാസ് ചെയ്ത് കിട്ടുന്നത്. ഉത്തരം പറയും. ഞാൻ അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ്, മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവവും. ഉത്തരം ശരിയാണ്. ഞാൻ അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ്, അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ് എന്നാണ് ഈശോ കൊടുത്ത മറുപടി. ടീം ഇരുമ്പകച്ചോല, അഭിനന്ദനങ്ങൾ. ലഭിക്കുകയാണ് 20 പോയിന്റ്. ഇതോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് അന്വേഷിക്കാം, രണ്ടാമത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ സ്ഥാനക്രമങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ടോ എന്ന്. റോസലിൻ, ഹിമ. അതിനു മുൻപ് പഴയൊരു കണക്ക് നിങ്ങൾ മറന്നാലും ഞാൻ ഓർത്തെടുക്കും. ടീം കത്തീഡ്രൽ, നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്ന് 10 പോയിന്റ് എനിക്ക് തിരിച്ചു തരണം. ഇത്രയും സന്തോഷത്തോടെ കിട്ടിയ പോയിന്റ് കൊടുക്കുന്ന ഒരു ടീമിനെ ഞാൻ കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നു. കത്തീഡ്രലുകാർ തിരിച്ചു ചെല്ലുമ്പം കിട്ടിയ പോയിന്റ് കളഞ്ഞിട്ട് വന്നില്ല എന്ന് ചോദിക്കൂ. ബഹുമാനപ്പെട്ട ജോഷിയച്ചൻ എന്താണ് നിങ്ങളോട് പറയാൻ നേരത്ത് പറഞ്ഞത്? ജോഷിയച്ചൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾക്ക് വേണ്ടി. പ്രാർത്ഥിച്ചു വിട്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു? പിന്നെ പറഞ്ഞു ലാസ്റ്റ് റൗണ്ടില് നെഗറ്റീവ് അടിക്കാതെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു. ലാസ്റ്റ് റൗണ്ട് നെഗറ്റീവ് കിട്ടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ റൗണ്ടിന്റെ കാര്യം പറഞ്ഞതുമില്ല. അപ്പോ അച്ഛന്റെ സ്നേഹപൂർവമായ കൽപ്പന നിങ്ങൾ ലംഘിച്ചിട്ടുമില്ല. ധൈര്യമായിട്ടിരിക്കാം. നമുക്ക് പോകാം സ്കോർ ബോർഡിലേക്ക്. ടീം ഒറ്റപ്പാലത്തിന് ലഭിച്ചിരിക്കുന്നത് 130 പോയിന്റ്സ്. ടീം കത്തീഡ്രലിന് ലഭിച്ചിരിക്കുന്നത് 60 പോയിന്റ്സ്.
ടീം ഇരുമ്പകച്ചോല നേടിയിരിക്കുന്നത് 80 പോയിന്റ്സ്. മൂന്നാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. റൗണ്ടിന്റെ പേര് വിഷ്വൽ റൗണ്ട്. പേര് സൂചിപ്പിച്ചതുപോലെ ദൃശ്യ സ്വഭാവമുള്ള ചോദ്യങ്ങളാണ് ഈ റൗണ്ടിൽ. ചോദ്യം നിങ്ങൾ കാണുകയാണ്, അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഞാൻ നടത്തും. നിങ്ങൾക്ക് ഉത്തരമറിയാമെങ്കിൽ ലഭിക്കാനിരിക്കുന്ന 30 പോയിന്റുകളാണ്. പാസ് ചെയ്താൽ ലഭിക്കുന്നത് 20 പോയിന്റ് ആയിരിക്കും. മൈനസ് പോയിന്റുകൾ ഉണ്ടായിരിക്കുകയില്ല. ചോദ്യം നേരിട്ട് ലഭിക്കുന്ന ടീമിന് ഉത്തരം അറിയില്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം ആവശ്യപ്പെടാവുന്നു. നമുക്ക് പോകാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക്. ടീം കത്തീഡ്രൽ, കഴിഞ്ഞ മത്സരം അവസാനിച്ചപ്പോൾ ചിത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? ചിത്രം തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും അല്ലേ? വിഷ്വൽ. ചിത്രത്തിൽ കാണുന്ന സംഭവം തിരിച്ചറിയാം. നിയമജ്ഞർ യേശുവിനോട് ഒന്ന് ചോദിക്കുന്ന സമയം കടന്നുപോയിരിക്കുകയാണ്. നിങ്ങൾ ആ സംഭവം തിരിച്ചറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് പാസ് ചെയ്യപ്പെടുകയാണ്. ടീം ഇരുമ്പകച്ചോല, എന്താണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടത്? പറഞ്ഞോളൂ. ഈശോയ്ക്ക് ധനാറ കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുത്ത് സീസറിന് നീതി കൊടുക്കുന്നത്. ഉത്തരം ശരിയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഉത്തരം മനസ്സിലായത്? കയ്യിലൊരു നാണയം ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ചിത്രം വളരെ വ്യക്തമാണ്. ടീം ഇരുമ്പകച്ചോല, നിങ്ങൾ കണ്ടത് സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന ചോദ്യത്തിന് ഈശോ കൊടുക്കുന്ന മറുപടിയാണ്. എന്തായിരുന്നു ആ മറുപടി? ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? ആരുടേതാണെന്ന് ചോദിച്ചു. അപ്പോൾ സീസറിന്റേത്. സീസറിന്റേതെന്ന് പറഞ്ഞു. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാനാണ് ഈശോ പറഞ്ഞത്. സീസറിനുള്ളത് സീസർ നൽകുന്ന രാജകീയ സംരക്ഷണത്തിന്റെ പ്രതിഫലമാണ്, ടാക്സ് ആണത്, നികുതിയാണ്. ദൈവത്തിനുള്ളത് എന്താണ്? ചോദ്യം ചോദിച്ച ആളോട് കർത്താവ് പറയുകയാണ്, ദൈവത്തിന് വേണ്ടത് നിന്റെ ഹൃദയമാണ്. ടീം ഇരുമ്പകച്ചോല, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റ് കൂടി. അഭിനന്ദനങ്ങൾ. ഇരുമ്പകച്ചോല, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. വിഷ്വൽ. ചിത്രം ശ്രദ്ധിക്കാം. ചിത്രത്തിലെ സംഭവം എന്താണെന്ന് എന്നോട് പറയാം. ദരിദ്രയായ വിധവ ഭണ്ഡാരത്തിൽ പിന്നെ എന്താണ് 2 ചെമ്പ് നാണയങ്ങൾ നിക്ഷേപിക്കുന്നു. വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ നിക്ഷേപിക്കുന്നത്. ഉത്തരം ശരിയാണ്. ദരിദ്രയായ വിധവ വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ കൊണ്ടുപോയി കാണിക്കയായി സമർപ്പിക്കുന്നതാണ് ആ ചിത്രത്തിൽ നിങ്ങളിപ്പോൾ കണ്ടത്. അഭിനന്ദനങ്ങൾ ഇരുമ്പകച്ചോല, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. നമുക്ക് പോകാം അടുത്ത ടീമിലേക്ക്. ചോദിക്കട്ടെ? ചോദിക്കുന്നില്ല, കാണിക്കാൻ വേണം പോകുന്നത്. കണ്ടോളൂ. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ഈ ദർശനം എന്ത്? സ്വർഗം, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം. ക്ലിയർ ആക്കി പറഞ്ഞു. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവജലത്തിന്റെ നദി. ഉത്തരം ശരിയാണ്. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവജലത്തിന്റെ അരുവിയെക്കുറിച്ചുള്ള പരാമർശമാണ് ആ ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ടീം ഒറ്റപ്പാലം, അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിന്റെ 2ാമത്തെ പകുതി ഹെൽപ്പ് ഡെസ്കിന് മാത്രമുള്ളതാണ്. നിങ്ങൾ സഹായിക്കുന്ന സംഘമാണ്. നിങ്ങളുടെ സഹായത്തിന് വലിയ വിലയുണ്ട്. കഴിഞ്ഞ റൗണ്ടിലെ മത്സരങ്ങളെക്കാൾ കൂടുതൽ പങ്കാളിത്തമാണ് ഇത്തവണ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ചോദ്യം ആരംഭിക്കുകയാണ്. ടീം ഇരുമ്പകച്ചോല, നിങ്ങൾ തയ്യാറാണ്? ചിത്രം തിരിച്ചറിയാൻ പറ്റും. ചിത്രം. ആരാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? അമേരിക്കൻ സൈന്യത്തിൽ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുന്ന ജോലി ചെയ്ത
കേണൽ റാങ്കിൽ വിരമിച്ച സിസ്റ്ററാണിത്. ലിറ്റിൽ വർക്കേഴ്സ് ഓഫ് സേക്രഡ് ഹാർട്ട് എന്ന സന്യാസിനി സമൂഹത്തിലെ അംഗം. താലിബാൻ അറസ്റ്റ് ചെയ്ത ഒരു അമേരിക്കൻ ഡോക്ടറെയും കുടുംബത്തെയും വൾണറബിൾ പീപ്പിൾ പ്രൊജക്ട് എന്ന സംഘടനയുടെ സഹായത്തോടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഇടപെടലുകൾ നടത്തിയ സിസ്റ്ററാണ്. ആരാണിത്? സമയം ആരംഭിക്കുക. ഉത്തരം ശരിയാണ്. സിസ്റ്റർ ഡെഡ്രൈ ബയൺ ആണത്. ടീം ഇരുമ്പകച്ചോല, എങ്ങനെയാണ് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പേരൊക്കെ ഇത്ര അനായാസം പറയുന്നത്? ഞങ്ങൾ ഇത് കമ്പൈൻ സ്റ്റഡി ചെയ്ത് നന്നായിട്ട് ഈ പഠിച്ചു. ഒരു അമേരിക്കൻ പേര് അമേരിക്കക്കാര് പോലും ഇത്ര അനായാസമായി പറയുമെന്ന് തോന്നുന്നില്ല. അഭിനന്ദനങ്ങൾ ടീം ഇരുമ്പകച്ചോല, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റ്. ടീം ഒറ്റപ്പാലം, നിങ്ങൾക്ക് പേടിയുണ്ടോ? എന്താ പേടിയില്ലാത്തത്? ഒരു മത്സരമാകുമ്പോൾ ശകലം പേടിയൊക്കെ വേണ്ടേ? നമുക്ക് ചിത്രത്തിലേക്ക് പോകാം. നടുക്ക് നിൽക്കുന്നത് നെയ്യാറ്റിൻകര രൂപതാംഗവും ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി സഭാംഗവുമായ ഒരു സിസ്റ്ററാണ്. തിരുവനന്തപുരത്തെ ഉൾഗ്രാമങ്ങളിൽ അക്ഷരവെളിച്ചം പകർന്നു നൽകിയ ഈ സിസ്റ്റർ ആരാണ്? നെയ്യാറ്റിൻകര രൂപതാംഗമാണ്. അഞ്ച് സെക്കൻഡുകൾ. 4, 3, 2. അറിയില്ല. ടീം ഒറ്റപ്പാലം ഉത്തരം അറിയില്ല. പാസ് ചെയ്യപ്പെടുന്നു ടീം കത്തീഡ്രൽ. സിസ്റ്റർ സുഷമ മേരി. സിസ്റ്റർ സുഷമ മേരി എന്നതാണ് ഉത്തരം. ശരിയാണത്. ടീം കത്തീഡ്രൽ ലഭിക്കുകയാണ് 20 പോയിന്റ് കൂടി. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം കത്തീഡ്രലിനുള്ളതാണ് അല്ലേ? നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഇനി ദൃശ്യത്തിൽ. ചിത്രത്തിൽ കാണുന്ന ഈ ലോഗോ എന്തിൻ്റെതാണ് എന്ന് തിരിച്ചറിയാം. മിണ്ടാമഠത്തിന്റെ 75-ാം വാർഷികത്തിന്റെ കാർമൽ മിണ്ടാമഠത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ലോഗോ ആണ്. ഇത്ര ശരിയാണ്. ഗോവ അതിരൂപതയിലെ ചിക്കാലിമിൽ സ്ഥിതി ചെയ്യുന്ന കാർമൽ മിണ്ടാമഠത്തിന്റെ 75-ാമത്തെ ജൂബിലിയുടെ എംബ്ലമാണ്. അതെങ്ങനെ മനസ്സിലായി? ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? പഠിച്ചില്ലേലും പറയാം, കാരണം എംബ്ലത്തിന്റെ മുകളിൽ കാർമൽ എന്ന് എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ എംബ്ലം നോക്കിയപ്പോൾ തന്നെ അത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അങ്ങനെ അപ്പൊ തന്നെ നോക്കി വെക്കാറുണ്ട് അല്ലേ? ശ്രദ്ധയും ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. ടീം കത്തീഡ്രൽ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റ് കൂടി. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. ഓരോ റൗണ്ട് കഴിയുമ്പോഴും സ്ഥാനനിലകൾ മാറി മറിയുന്നുണ്ട്. നിങ്ങൾക്ക് നെഞ്ചിടിപ്പും കൂടുന്നുണ്ട് എന്നെനിക്കറിയാം. നമുക്ക് നോക്കാം എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി. റോസലിൻ, ഹിമ. അങ്ങനെ വിഷ്വൽ റൗണ്ട് പൂർത്തിയായി. തുറന്ന കാഴ്ച എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇവർ നേടിയിരിക്കുന്ന പോയിന്റ്സ്: ടീം ഒറ്റപ്പാലം 160 പോയിന്റ്സ്, ടീം കത്തീഡ്രൽ 110 പോയിന്റ്സ്, ടീം ഇരുമ്പകച്ചോല 170 പോയിന്റ്സ്. നാലാമത്തെ റൗണ്ട് രസകരമായ റൗണ്ടാണ്. നിങ്ങളുടെ പ്രവൃത്തികളാണ് ഉത്തരമായി മാറാൻ പോകുന്നത്. റൗണ്ടിന്റെ പേരാണ് ട്രഷർ ഹണ്ട് റൗണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ നിധി കണ്ടെത്തലാണ് ഈ റൗണ്ടിന്റെ മത്സരം. നിങ്ങൾക്ക് എന്തുമാത്രം വിശുദ്ധ ഗ്രന്ഥ പരിചയമുണ്ട്, വായിച്ചുള്ള പരിചയം മാത്രമല്ല, കണ്ടുള്ള പരിചയം, വചനഭാഗങ്ങൾ എവിടെ കിടക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പരിചയം, അതൊക്കെയാണ് ഈ ഘട്ടത്തിൽ പരിശോധിക്കപ്പെടാൻ പോകുന്നത്. മത്സരം എങ്ങനെയാണ്? ഞാൻ ഒരു വചനമോ ഒരു വചനത്തിൻ്റെ ഭാഗമോ വായിക്കും അഥവാ നിങ്ങളോട് പറയും. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ വചനം വിശുദ്ധഗ്രന്ഥം തുറന്ന് അതിൽ കണ്ടെത്തുകയും അതിൽ വിരൽ തൊട്ടിട്ട് ഞാൻ പറഞ്ഞതിന് മുൻപുള്ള വചനം വായിക്കുകയും ചെയ്യണം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, ക്വിസ് മാസ്റ്റർ പറയുന്ന വചനം ശ്രദ്ധാപൂർവം കേൾക്കണം. ചോദ്യം ആരംഭിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മുതൽ തന്നെ നിങ്ങൾക്ക് വിശുദ്ധഗ്രന്ഥം ഉപയോഗിച്ച് തുടങ്ങാം. വചനം തുറക്കാം, എവിടെയാണത് കിടക്കുന്നതെന്ന് കണ്ടെത്താം, കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ വിരൽ വയ്ക്കാം, എന്നിട്ട് അതിന് തൊട്ട് മുൻപുള്ള വചനം ഉറക്കെ മൈക്കിലൂടെ വായിച്ച് കേൾപ്പിക്കാം. വ്യക്തമായോ? നിങ്ങൾക്ക് വചനം കണ്ടെത്താനുള്ള സമയം 30 സെക്കൻഡുകളാണ്. എന്നാൽ 20 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിഞ്ഞാൽ
നിങ്ങൾക്ക് അവകാശമായിരിക്കുന്ന 30 പോയിന്റിന്റെ കൂടെ ക്വിസ് മാസ്റ്റർ ഒരു 10 പോയിന്റ് കൂടെ സമ്മാനമായിട്ട് തരികയും ചെയ്യും. അങ്ങനെ 40 പോയിന്റ് വരെ നിങ്ങൾക്ക് നേടാനും പറ്റും. തയ്യാറാണോ? ആരംഭിക്കാം. ഇരുമ്പകച്ചോല, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ശ്രദ്ധാപൂർവം കേൾക്കാം. വചനഭാഗം ഇതാണ്: ആരും നിന്നെ അവഗണിക്കാതിരിക്കും. ആരും നിന്നെ അവഗണിക്കാതിരിക്കും. ഇക്കാര്യങ്ങൾ നീ പ്രഖ്യാപിക്കുക. തികഞ്ഞ അധികാരത്തോടെ നീ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും ഉത്തരം നിന്നെ ശരിയാണ്. അവഗണിക്കാതിരിക്കട്ടെ. ഇക്കാര്യങ്ങൾ നീ പ്രഖ്യാപിക്കുക. തികഞ്ഞ അധികാരത്തോടെ നീ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ. ആരെ അവഗണിക്കാതിരിക്കട്ടെ എന്നാണ്? തീത്തോസിനോടാണ് പറയുന്നത്. തിമോത്തിയോസിനോടും ഇതേ കാര്യം പറയുന്നുണ്ട്. ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ. നീ മെത്രാനാണ്, തീത്തോസ് മെത്രാനാണ്. അദ്ദേഹത്തോടാണ് പറഞ്ഞത് ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ. ടീം ഇരുമ്പകച്ചോല, നിങ്ങൾക്ക് അവകാശപ്പെട്ട 30 പോയിന്റിന്റെ കൂടെ നിങ്ങൾ 10 സെക്കൻഡ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് 10 പോയിന്റ് കൂടി തരികയാണ്. അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ലഭിക്കുന്നു 40 പോയിന്റുകൾ. ടീം ഒറ്റപ്പാലം, ചോദ്യം ഇതാണ്: നഗരം മുഴുവൻ പ്രക്ഷുബ്ധമായി, ആളുകൾ ഓടിക്കൂടി. നഗരം മുഴുവൻ പ്രക്ഷുബ്ധമായി, ആളുകൾ ഓടിക്കൂടി. എന്താണ് സംഭവം? എവിടെയാണത്? എന്തെന്നാൽ നഗരത്തിൽ വെച്ച് നേരത്തെ അവനോടൊപ്പം എഫെസോസുകാരനായ ത്രോഫിമോസിനെയും അവർ കണ്ടിരുന്നു. പൗലോസ് അവനെയും ദേവാലയത്തിൽ കൊണ്ടുവന്നിരിക്കും എന്നവർ വിചാരിച്ചു. നഗരം മുഴുവൻ പ്രക്ഷുബ്ധമായി, ആളുകൾ ഓടിക്കൂടി. അഭിനന്ദനങ്ങൾ ടീം ഒറ്റപ്പാലം. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നത് 30 പോയിന്റും 20 സെക്കൻഡിനുള്ളിൽ പറഞ്ഞതുകൊണ്ട് സമ്മാനമാകുന്ന 10 പോയിന്റ് കൂടി കൂട്ടിച്ചേർത്ത് 40 പോയിന്റുകൾ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. ചോദ്യം കത്തീഡ്രലിനോടാണ്. കത്തീഡ്രൽ ഇവരെ ചോദ്യം ചോദിച്ച് കഴിയുമ്പോൾ തന്നെ അത് കണ്ടെത്തുകയും ഉത്തരം പറയുകയൊക്കെ ചെയ്യുകയാണ്. നിങ്ങൾക്കും അതിന് കഴിയും അല്ലേ? റെഡിയാണ്? വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഉത്തരം ശരിയാണ് ടീം കത്തീഡ്രൽ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്നതിന് മുൻപ് നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ എന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളും സമയത്തിന് മുൻപ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് 30ഉം പിന്നെ സമ്മാനമായ 10 കൂടി കൂട്ടിച്ചേർത്ത് 40 പോയിന്റുകൾക്ക് അർഹരായിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിന്റെ രണ്ടാമത്തെ ഘട്ടം അതീവ രസകരമാണ്. ഇനിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയല്ല, ഉത്തരം ചെയ്തു കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്ക് ഒരു വചനം തരും. വചനം തരുന്നത് ഭാഗങ്ങളായി മുറിച്ചാണ്, വാക്കുകളായി മുറിച്ചാണ്. എന്നിട്ടത് മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം ആരംഭിക്കുമ്പോൾ ആ വാക്കുകൾ പരിശോധിക്കാം. പരിശോധിച്ച ശേഷം ആ വചനഭാഗത്തെ കൃത്യമായി അടുക്കി വായിക്കാവുന്ന വിധത്തിലാക്കാം. 1 മിനിറ്റാണ് നിങ്ങൾക്ക് ഈ വചനത്തെ പൂർത്തീകരിക്കാനുള്ള സമയം. ആ സമയത്തിനുള്ളിൽ വചനം ക്രമമായി ഡിസ്പ്ലേ ചെയ്തിട്ട് മൈക്കെടുത്ത് വായിച്ചു തുടങ്ങും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ടീം ഒറ്റപ്പാലം, നിങ്ങൾ തയ്യാറാണോ? നിധി കണ്ടെത്താൻ തയ്യാറാണ്? വചനമാണ് നിധി. വരൂ. ഒറ്റപ്പാലം, നിങ്ങളുടെ സമയം ആരംഭിക്കുകയാണ്. ഇനി 25 സെക്കൻഡ് കൂടി.
12 സെക്കൻഡുകൾ. ടൈം ഔട്ട്. നിങ്ങൾ ഇതുവരെ അടുക്കി കഴിഞ്ഞില്ല, വായിച്ചില്ല. സമയം കടന്നു പോയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു ഓപ്ഷൻ തരാം. ഞാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയം കൂടി തന്നാൽ നിങ്ങൾക്കിത് പൂർത്തീകരിക്കാൻ കഴിയുമെങ്കിൽ ഈ ചലഞ്ച് ഏറ്റെടുക്കാം. പക്ഷേ നിങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. നിങ്ങൾ പൂർത്തീകരിച്ചാൽ നിങ്ങൾ കിട്ടാൻ പോകുന്നത് 10 പോയിന്റ് മാത്രമായിരിക്കും. എടുക്കണോ വേണ്ടയോ? ഉത്തരം പറയാത്തത് കൊണ്ട് നിങ്ങളുടെ അവസരം കഴിഞ്ഞിരിക്കുകയാണ്. ചീമറ്റപ്പാലം, നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റുകളിലേക്ക് മടങ്ങാം. വചനഭാഗം ഇതാണ്: എന്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന് മാത്രം. ടീം കത്തീഡ്രൽ റെഡിയാണ്? വരാം. നിങ്ങളുടെ സമയം ആരംഭിച്ചിരിക്കുന്നു. അടുത്ത 30 സെക്കൻഡുകൾ. പതിനഞ്ച് സെക്കൻഡ് കൂടി. സമയം കടന്നുപോയിരിക്കുകയാണ്. ടീം കത്തീഡ്രൽ, നിങ്ങൾ പൂർത്തീകരിച്ചില്ല. നിങ്ങൾക്ക് മുൻപിലും ഞാൻ ഈ ചലഞ്ച് വെക്കുകയാണ്. ഒരു 10 സെക്കൻഡ് കൂടി തന്നാൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ ചലഞ്ച് ഏറ്റെടുക്കാം. പക്ഷേ കഴിഞ്ഞില്ലെങ്കിൽ 10 പോയിന്റ് മൈനസ് ഉണ്ടാവും. എടുക്കുന്നില്ല. സാരമില്ല ടീം കത്തീഡ്രൽ, നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. വചനം ഇതാണ്: അവരെ അഭിവാദനം ചെയ്തതിനു ശേഷം പൗലോസ് തന്റെ ശുശ്രൂഷ വഴി വിജാതിയുടെ ഇടയിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ ഓരോന്നായി വിശദീകരിച്ചു. ആവശ്യമില്ലാത്ത 2 വാക്കുകൾ പീലിപ്പോസ് യഹൂദരുടെ ഇടയിൽ എന്നുള്ളതായിരുന്നു. ആദ്യം തന്നെ നിങ്ങൾ വിജാതിയുടെ ഇടയിൽ എന്നുള്ളത് എടുത്തു വെച്ചതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാരമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റുകളിലേക്ക് മടങ്ങാം. ടീം ഇരുമ്പകച്ചോല റെഡിയാണ്? വരും. നിങ്ങളുടെ സമയം ആരംഭിച്ചിരിക്കുന്നു. സമയം കഴിഞ്ഞിരിക്കുകയാണ്. ടീം ഇരുമ്പകച്ചോല, ഒരു 10 സെക്കൻഡോട് തന്നാൽ നിങ്ങൾ പൂർത്തീകരിക്കുമോ? ഇല്ല, ചലഞ്ച് എടുക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റുകളിലേക്ക് പോകാം. വചനഭാഗം ഇതാണ്: ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉദ്ബോധിപ്പിക്കുക എന്നുള്ളതായിരുന്നു വചനം. ടീം ഇരുമ്പകച്ചോല, ഈ വചനം നിങ്ങൾക്ക് പരിചയമുള്ളതായിരുന്നോ? പിന്നെ എന്താണ് പറ്റിയത്?
നിങ്ങൾ 3 ടീമുകൾക്ക് സംഭവിച്ചത് എനിക്ക് മനസ്സിലാകുന്നത് ഒരു ടീം വർക്കിന്റെ അഭാവമാണ്. ഈ റൗണ്ടിൽ ആർക്കും പോയിന്റുകളൊന്നും ലഭിച്ചിട്ടുമില്ല, ഒരു പോയിന്റും നഷ്ടപ്പെട്ടിട്ടുമില്ല. 4ാമത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ നമ്മുടെ അമ്മമാർ ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ പോയിന്റ്സിലേക്ക് പോകാം. ടീം ഒറ്റപ്പാലത്തിന് ലഭിച്ചിരിക്കുന്നത് 200 പോയിന്റ്സ്. ടീം കത്തീഡ്രലിന് ലഭിച്ചിരിക്കുന്നത് 150 പോയിന്റ്സ്. ടീം ഇരുമ്പകച്ചോലയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 200 പോയിന്റ്സ്. ഈ മത്സരത്തിന്റെ നിർണായകമായ ആകാംക്ഷാഭരിതമായ 5ാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ചോദ്യം നിങ്ങൾ വില കൊടുത്ത് വാങ്ങാൻ പോവുകയാണ്. നിങ്ങൾ പ്ലാൻ ചെയ്യണം, നിങ്ങൾ വില കൊടുക്കണം, നിങ്ങൾ പോയിന്റുകൾ കരസ്ഥമാക്കണം. ഈ റൗണ്ടിന്റെ ഒരു പ്രത്യേകത നിങ്ങളുടെ ഉത്തരത്തെക്കുറിച്ചുള്ള അറിവിൽ മാത്രമല്ല, തക്ക സമയത്ത് ഉചിതമായി പ്രവർത്തിക്കാനുള്ള കഴിവിൽ കൂടിയാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് എന്നുള്ളതാണ്. ആകെ 3 ചോദ്യങ്ങളാണ് ഒരു ടീം നേരിടേണ്ടി വരാവുന്നത്. ചോദ്യങ്ങൾ 1ാമത്തേതിനും 2ാമത്തേതിനും ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. 3ാമത്തേതിന് ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവുകയില്ല. ടീം ഒറ്റപ്പാലം സുരക്ഷിതമായ ഒരു സ്ഥാനത്താണോ നിങ്ങളിപ്പോൾ? അല്ല. അല്ല. അതെന്താണ്? 2 ടീമിന് ഒരേ പോയിന്റ് ആണ്. പേടിയുണ്ടോ? അത്യാവശ്യമുണ്ട്. ഈ റൗണ്ടിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? പറയാൻ പറ്റുമോ? അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ച്. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിചാരിക്കും. നമുക്ക് നോക്കാം. 1ാമത്തെ ചോദ്യം നിങ്ങൾ സ്വീകരിക്കുന്നു. 30 പോയിന്റ് തന്നോളൂ. ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: വിശ്വാസ നിക്ഷേപം അഥവാ ഡെപ്പോസിറ്റും ഫിദേയ് അങ്ങനൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് ഉൾച്ചേർന്നിരിക്കുന്നത്? വിശുദ്ധ ഗ്രന്ഥവും അപ്പസ്തോലിക പാരമ്പര്യവും. ഉത്തരം ശരിയാണ്. വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവുമാണ് അതിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. ടീം ഒറ്റപ്പാലം, നിങ്ങളുടെ പ്രതീക്ഷ അസ്ഥാനത്തായില്ല. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. 2ാമത്തെ ചോദ്യം എടുക്കുന്നു. എടുക്കാം. തന്നോ. ചോദ്യം ഇതാണ്. തൊട്ടു മുമ്പ് ചോദിച്ച ചോദ്യത്തോട് ചേർന്ന് പോകുന്ന ചോദ്യം. ഡെപ്പോസിറ്റും ഫിദേയ് അഥവാ വിശ്വാസ നിക്ഷേപം അപ്പസ്തോലന്മാർ ആരെയാണ് ഭരമേൽപ്പിച്ചത്? സമസ്ത സഭയെയുമാണ്. ഉത്തരം ശരിയാണ്. തിരുസഭ മുഴുവനെയുമാണ് അത് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ടീം ഒറ്റപ്പാലം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. അടുത്ത ചോദ്യം. 50 പോയിന്റ് കൈവിടണം. നിങ്ങൾ സേഫ് സോണിലാണെങ്കിൽ ഈ റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കണം, എന്നാലേ പറ്റുള്ളൂ. അല്ലാതെ രക്ഷയില്ല. ഇത് പോയാലോ? അത് നമ്മുടെ കയ്യിൽ. ആലോചിച്ചോ, നന്നായിട്ട് ആലോചിച്ചു. എടുക്കണോ? എടുക്കാൻ പോവാണ്. തന്നോളൂ. 50 പോയിന്റുകൾ തന്നോളൂ. ചോദ്യം ഇതാണ്: ദൈവീക രക്ഷാകര പദ്ധതിയുടെ കേന്ദ്രവും ഹൃദയവും എന്താണ്? ക്രിസ്തു. ഉത്തരം ശരിയാണ്. അത് യേശു ക്രിസ്തു തന്നെയാണ്. ഈശോ തന്നെയാണ് രക്ഷാകര പദ്ധതിയുടെ ഹൃദയം. ടീം ഒറ്റപ്പാലം 100 പോയിന്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. ടീം കത്തീഡ്രൽ സേഫ് സോണിലാണോ? അല്ല. എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി? അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ രഹസ്യമായിരിക്കട്ടെ. എനിക്കറിയേണ്ടത് നിങ്ങൾ ആദ്യത്തെ ചോദ്യം മേടിക്കുന്നോ എന്നുള്ളതാണ്. ആദ്യത്തെ ചോദ്യം എടുക്കുന്നു. ആശങ്കയുണ്ട്. മറ്റുള്ളവർ പലതും പറയും, നമ്മളാണ് ഉത്തരം പറയേണ്ടത്. ആശങ്കയുണ്ടോ? ആശങ്കയുണ്ട്. ചോദ്യം മേടിക്കണം? വേണ്ട. ചോദ്യം വേണ്ട എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ. 2ാമത്തെ ചോദ്യം നിങ്ങൾക്ക് വേണം. 40 പോയിന്റ് നൽകുന്ന 80 കിട്ടാവുന്ന ചോദ്യമാണ്. എടുക്കണ്ടേ അത്? നില അല്പം കൂടി മെച്ചപ്പെടുത്തിയിട്ട് തിരിച്ച് കത്തീഡ്രലിലേക്ക് ചെല്ലുന്നതല്ലേ നല്ലത്? ആലോചിക്കൂ. ശരിയായ തീരുമാനം ശരിയായ സമയത്ത്. ഒരു തീരുമാനത്തിന് കനത്ത വില കൊടുക്കേണ്ടി വരും. എടുക്കണ്ട എന്നാണ് നിങ്ങളുടെ തീരുമാനം. ആ ചോദ്യവും നഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം 100 പോയിന്റ് കിട്ടാവുന്ന ചോദ്യമാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ പോയിന്റ് നിലയിൽ നിന്ന് 100ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. എടുക്കണം? വേണ്ട. 3ഉം ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുകയാണ്. കത്തീഡ്രൽ
ഞാൻ അടുത്ത ടീമിലേക്ക് പോവുകയാണ്. ടീം ഇരുമ്പകച്ചോല, എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഞങ്ങൾക്ക് ചോദ്യം വേണ്ട. ഞങ്ങൾക്ക് ചോദ്യം വേണ്ട എന്നോ? ഞങ്ങൾ സേഫ് ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെക്കാട്ടിലും പോയിന്റ് കൂടുതലുണ്ട്. ഇനി ചിലപ്പോ തെറ്റിപ്പോയാ ഇവിടുന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ മേടിക്കുന്നില്ല. നിങ്ങൾ ചോദ്യം എടുക്കുന്നേ ഇല്ല. എടുത്ത് കുറച്ചുകൂടെ കൂടുതൽ പോയിന്റ് ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിലോ? വേണ്ട. നമ്മുടെ ശാലോമിന്റെ പ്രേക്ഷകരൊക്കെ ഇരുമ്പകച്ചോലക്കാർ നിസ്സാരക്കാരല്ല എന്ന് വിചാരിക്കില്ലേ? വീഴൂല. ഒരു പ്രലോഭനത്തിനും വീഴില്ല. നിങ്ങൾക്ക് വ്യക്തമാണ് നിങ്ങളുടെ സ്ഥിതി. ഭാവിയെക്കുറിച്ചും ഒരു ധാരണയുണ്ട്. നിങ്ങൾ ക്വിറ്റ് ചെയ്യുകയാണ്. ആകാംക്ഷഭരിതമായ നിമിഷങ്ങൾ അവസാനിക്കുമ്പോൾ ആരാണ് ഒന്നാം സ്ഥാനത്ത്, ആരാണ് രണ്ടാം സ്ഥാനത്ത് എന്നറിയാൻ പോവുകയാണ്. അതിനേക്കാൾ ഉപരിയായി ആരൊക്കെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. ഈ മത്സരം ഇവിടെ പൂർണ്ണമാകുമ്പോൾ 150 പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് ടീം കത്തീഡ്രൽ, രണ്ടാം സ്ഥാനത്ത് 200 പോയിന്റുമായി ടീം ഇരുമ്പകച്ചോല. ടീം ഇരുമ്പകച്ചോല, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നെനിക്ക് മനസ്സിലായി. ഒന്നാം സ്ഥാനം നേടാമായിരുന്നിട്ടും അല്ലേ, അതിനൊരു സാധ്യത നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും നിങ്ങൾ രണ്ടാം സ്ഥാനം മതി എന്ന് തീരുമാനിച്ചതിന്റെ രഹസ്യം എന്താണെന്ന് പറയാമോ? അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ. ഒന്നാം സ്ഥാനത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം എന്ന് നിങ്ങൾ വിചാരിച്ചു. റിസ്ക് എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. തീരുമാനം വലിയ പരിധി വരെ ഉചിതമാണെന്ന് എനിക്കും തോന്നുന്നു. ഒന്നാം സ്ഥാനത്ത് 320 പോയിന്റുമായി ടീം ഒറ്റപ്പാലം. നിങ്ങൾ ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? ആഗ്രഹിച്ചിരുന്നു. നല്ലൊരു ഉത്തരമാണ്. പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വളരെ നിഷ്കളങ്കമായ ഉത്തരമാണ്. അതിനകത്തൊരു ഭംഗിയുണ്ട്. നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു വിശുദ്ധമായ കാഴ്ചപ്പാട്, ഈ മത്സരത്തെക്കുറിച്ചുള്ള ഒരു വിശുദ്ധമായ കാഴ്ചപ്പാട് അതിനകത്തുണ്ട്. ഒരു മത്സരത്തിൻ്റെ അപ്പുറത്ത് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ വചന പഠനത്തിൻ്റെ ഒരു കാര്യമാണത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അഭിനന്ദനങ്ങൾ ടീം കത്തീഡ്രൽ. നിങ്ങൾക്ക് വിഷമമുണ്ടോ? പാലക്കാട് രൂപതയുടെ കത്തീഡ്രൽ ദേവാലയമാണ് നിങ്ങൾ പ്രതിനിധാനം ചെയ്തത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വെറുതെ ബൈബിൾ വായിച്ച് പോവാറാണ് പതിവ്. പക്ഷെ ഇതിൽ വന്നതോടുകൂടി ഞങ്ങൾ ബൈബിൾ പഠിക്കാൻ എന്തുമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം? എന്തുമാത്രം ചെയ്തിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ വിചാരം? നന്നായി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എല്ലാവരും പേഴ്സണലായിട്ടാണ് ചെയ്തിരുന്നത്. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം നിലയ്ക്ക് നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ടീം വർക്കിന്റെ അഭാവം ഉണ്ടായിരുന്നു അല്ലേ? അത് നിങ്ങളെ പരാജയത്തിലേക്ക് തള്ളിവിട്ടു എന്നൊന്നും പറയാനില്ല. രണ്ടാം റൗണ്ടിൽ നിങ്ങൾ പ്രവേശിച്ചു, നന്നായി മത്സരിച്ചു. 2 റൗണ്ടുകൾ കടക്കുക, 2 റൗണ്ടുകളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട്. ഞങ്ങൾക്കും നിങ്ങളെക്കുറിച്ച് സന്തോഷമാണ്. വീണ്ടും വിജയവേദികളിൽ നിങ്ങളുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അഭിനന്ദനങ്ങളോടെ നിങ്ങളെ ഞങ്ങൾ യാത്രയാക്കുകയാണ്. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ. ടീം ഒറ്റപ്പാലത്തെയും ടീം ഇരുമ്പകച്ചോലയും അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 2ാം റൗണ്ടിന്റെ പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെ ഈശോയുടെ സ്നേഹം അനുഭവിക്കുക, തിരുസഭയുടെ സംരക്ഷണത്തിലായിരിക്കുക. കർത്താവായ മിശിഹ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.